ബാ നമുക്ക് പോയി ലോലിക്ക് എടുത്താലോ? വണ്ടീന് കിട്ടുവോ? ഇവിടെ ഞാൻ ഇവിടെ സൂം ചെയ്ത് തരാം. എല്ലാരും കൂടെ കയറി അറിയും. ബാ 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 നോക്കണ്ട് ഇങ്ങോട്ട് ഇറങ്ങടാ റെനീനെ സപ്പോർട്ട് ചെയ്താരാ. അടാ നിലത്തി ആടി പോവുകയാണ് വെറുതെ. എന്തിനാ റനീനെ നിലത്ത് എടുക്ക്. മൈമെന്ന് പറിക്കണ്ട. 5 എനിക്കൊരു 10 വേണം. മൈമെന്ന് പറിക്കണ്ട അറിഞ്ഞല്ലേ. നിലത്തെ ആടിയപ്പോ ആർക്കും വേണ്ടല്ലോ. ഫുള്ള് വർക്കിക്കോ കീസിയിലൊക്കെ ഇട്ടുവാ. നിങ്ങൾ പോയിക്കോളി. ഇച്ചുറനീനാണ് നിങ്ങൾക്ക് അയിമെന്ന് ഒരു തുള്ളി കിട്ടും കരുതണ്ട. റനീനെ വാ നിലത്തെ കുറച്ച എടുത്താ മതി. നിലത്തെ എടുത്തോട്ടെ. ആ ബാ നമ്മള് വിഷം നടക്കണില്ലല്ലേ. ഇല്ലട്ടോ റനീനെ ഞാനാണ് ചോദിച്ചത്. ഇല്ല ചോദിച്ച എനിക്ക് കേട്ട്. ഒന്ന് ഇട്ടിങ്ങനെ ഞാൻ മറ്റേ എടുത്തച്ചി നാട്ട് അത് നല്ലതാണ്. നല്ലതൊക്കെ എടുത്തച്ചൊക്കെയാണ്. ഇനി വാ എളുപ്പ വാ. അങ്ങനെ ലോലിക്കന്നല്ലേ റൂബിക്കേ? ആ റൂബിക്കെങ്കിൽ റൂബിക്ക എന്തൊക്കെ ഒക്കെയാണ്. ആർക്കോർക്ക് ഞാൻ ഒന്ന് കൊടുത്താണ് വണ്ടി ഇവിടെ. ആ ഇനി വേറെ എന്തെങ്കിലും കിട്ടുമൊക്കെ നമുക്ക്. ചക്ക പിന്നെ പറ്റൂല, ചക്ക ചെറുതാണ്, അതുകൊണ്ട് പറിച്ചാൽ നടക്കൂല. പക്ഷെ നമുക്ക് ആ ചേച്ചിന്റെ ഒക്കെ എത്തണം. ഡൗട്ട് ചോദിക്കണ്ടേ? ഇത് ശരിക്കും ഇതിന്റെ പേരൊന്ന് ചോദിച്ചാ പോയി. രണ്ടൊന്നാ റയാനെ ഇതിന്റെ ശരിക്കില്ല പേരെന്താ? ഇത് റൂബിക്ക. അപ്പൊ ലോലിക്ക എന്താ? ഇതെന്താണ്? അപ്പൊ റൂബിക്കേ ഉണ്ടോലോ? ആ ഇത് ലോലിക്ക. അപ്പൊ ഇവിടെ ഉണ്ടാവണം ഇങ്ങനത്തെ പഴ കായ്കളൊക്കെ. ഇതൊക്കെ ആരാ കൊണ്ടുപോയി തിന്നുക? അല്ലെങ്കിൽ എങ്ങനെ വിൽക്കും? ഇത് നമ്മളവിടെ സെയിലില്ലേ, കൗണ്ടറില്ലേ, അവിടെ കൊണ്ടേ വിൽക്കും. വില കുറവുണ്ടാവും. ഇവിടെ അത്യാവശ്യം വില കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. പുറത്തുള്ളതിനെക്കാട്ടും നല്ല സാധനങ്ങളല്ലേ കൊടുക്കുന്നത്. സാറ് ലോലി കഴിച്ചോ? അവിടെ ഉണ്ട്. കഴിഞ്ഞല്ലോ. അഞ്ഞുണ്ട് എൻ്റെ അടുത്ത്. കഴിഞ്ഞു. ആ റിവ്യൂ ചെയ്യാൻ പറ്റുമോ? മീൻകുളമുണ്ട്. അവിടെ ഒരു ഊനാലുണ്ട്. കാറില്ലെങ്കിൽ അവിടെ കിടന്ന ആടെ. വാ ഇനി കുറച്ച് പെയിൻ അടിച്ച് പഠിച്ചാ. വാ എന്ത് പണിയായുധങ്ങളോ? റനീനെ ഇവിടെ എന്താ പറ? ഇവിടെ എന്താണ്? പണി സൈറ്റോ? ഫിഷ് ടാങ്ക്. ആ ഓ മീനല്ലെങ്കിൽ നമുക്ക് എടുക്കാം. വെള്ളം ഉണ്ടാക്കിയായിരുന്നു. അവിടെ അമർത്ത്. ഫിഷ് ടാങ്ക് കിട്ടുവോ? മീൻ പിടിച്ച അങ്ങനെ ആക്കോ? മീൻകുളം കണ്ടിട്ട് വരാം.
റനീനെ പിടിക്കണ്ടേ? വാ. അപ്പുറത്തെ അതിൽ മീനില്ല. സിലോപ്പിയ. നമുക്ക് അപ്പുറത്തിട്ട് അയ്യോ മിന്നാജിന് വീട്ടിലെ മുങ്ങാള വെള്ളമുണ്ട്. മിന്നാജിനെ പിടിച്ചോ മുങ്ങാള വെള്ളമുണ്ട്. ആ ഇതിന്റെ സംഭവം ഇതല്ല മുളക് പൊടി. നല്ല മുളക് പൊടി മസാല ഒക്കെ തെച്ച് വരട്ടിട്ട് ഗ്രില്ലിനാക്കിട്ട് ടേസ്റ്റ് മോളെ അല്ലേ? നല്ല മസാല ഒക്കെ തേച്ചിട്ട് പറഞ്ഞു കൊടുത്ത. അതായത് ഇങ്ങനെ ചെളുക്കൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അരിയ. എങ്ങനെ? അത് കരിവേപ്പിലല്ലേ? ഒരു ചോയാണ് കോഴിപ്പാട് എടുക്കണുണ്ട്. എന്താണോ അത് തിന്നണ തീറ്റ അതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മീൻ വളർത്തപ്പോ അധികം കോഴിയുടെ കുടലൊക്കെ വേവിച്ചിട്ടോ അല്ല വേവിക്കാതെ കൊടുത്തിട്ടൊക്കെ ആണ് മീൻ വളർത്തിയിരുന്നത്. അത് അങ്ങനെ ആൾക്കാർക്ക് അത് ഉയർത്തുപോയി. ഇതെന്താണ് എല്ലാവർക്കും പെല്ലറ്റ് തീറ്റയാണ്, ഫ്ലോട്ടിംഗ് പെല്ലറ്റ് തീറ്റയാണ്. അത്യാവശ്യം ഒരു കിലോയ്ക്ക്. ഇതാണ് നമ്മളിവിടെ ഫീഡ് കൊടുക്കുന്നത്. ഇതിലൊരു കരിമീൻ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ ഉള്ളവർക്ക് മാത്രം കൊടുക്കല്ല. പിടിച്ചിനെ കാണാൻ പറ്റുമോ? മീൻ ബുക്ക് ചെയ്തോ? പിടിച്ചിപ്പോ തന്നെ പിടിച്ചു തന്നെ വെള്ളത്തിലിടും. ഞാൻ പറയുമ്പോ മീൻ വേണം അവനൊക്കെ എത്ര കഴിഞ്ഞ മീനിനെ ശരിക്കും കാണണ്ടേ? ഇത് ഫിൽറ്റർ ആണോ? ആണ്ടാ ഫിൽറ്ററാണ്. സീറ്റിൽ വെക്കൂറി മീൻ കഴിഞ്ഞു. 260 ഉറുപ്പിയല്ല, അതുകൊണ്ട് വാങ്ങണ്ട. ഒരു മീൻ എത്ര വെച്ചു? ഒരു മീനില്ല. 250 ഗ്രാമിന് മുകളിലുണ്ടാവും. 350, 250 ആ റേഞ്ച്. അപ്പൊ 4 മീന്. ഇത് ഇവിടെ എന്താ ഇത് നോക്കണ സ്ഥലം? റനീന്റെ ആരോ കൊടുത്താണെന്നാ റനീൻ പറഞ്ഞ. 40 ഏക്കർ 5 ഉറുപ്പ്യക്ക്. ഇത് നമ്മുടെ കുടുംബസ്ഥത്തെ നമ്മൾ എഴുതി കൊടുത്ത് കൃഷിയല്ല, കൃഷി ചെയ്യട്ടെ, വളരട്ടെ. അത് എന്റെ കയ്യിലിരിക്കുന്ന സ്ഥലം. എന്താണ് ഇതിന്റെ പേരെന്താ പറഞ്ഞ? കബിനിയോ? പറ ലീഗിലെ എത്രയാണ് റേറ്റ്? 10 ഉറുപ്പ്യ. ചോദിച്ചു പറ. എന്താണ് എടുത്തേക്ക് വേണോ? ഓനെന്നെ ചൊറിയാൻ ടീച്ചറെ. ഇവര് അങ്ങനെ എല്ലാവരോടും ആണെങ്കിൽ നമ്മള് റോട്ട് വീലർ എന്നൊക്കെ പറയില്ലേ ബ്ലോഗില്, എല്ലാവർക്കും അറിയാം. റോട്ട് വീലർ അങ്ങനെ അധികം ഒരു യജമാനോട് വീട്ടിലെ എല്ലാവരോടും ആണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവർക്ക് അത്രയും അങ്ങോട്ട് നമ്മളോടൊരു സ്നേഹമൊക്കെ കുറവാണ്. ഒരാളോടൊക്കെ ഉള്ളു. പക്ഷെ വെച്ചൂരൊക്കെ ആണെങ്കിൽ വെച്ചൂരൊക്കെ ഒരു കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. ഇവർക്ക് നമ്മളൊരു സംശയമാണ്. ആളെ കണ്ടില്ലാന്ന് വേണ്ട. ഇല്ലടാ പാവാടാ, കണ്ടാ തന്നെ അറിയാം. ഇതിന്റെ 2019 ഓടത് സിംഗിൾ ഓണർ അവിടെ കിടക്കാ. വേറെന്തോ നോക്കണ്ട്. മിന്നാജ് സഹോദരനോട് സംസാരിക്കുന്നു. മിന്നായിട്ട് സഹോദരനെ കാണാം. ഇത് 2020 മോഡൽ, 19 മോഡൽ. 2020 ഇത് സെക്കൻഡ് ഓർഡറാണ്. തട്ടമുട്ട കാര്യങ്ങളൊന്നുമില്ല. 2 കൊമ്പിലില്ല. ഇൻഷുറൻസ് ഒക്കെ പുതിയതായി. എങ്ങനെ വിളിച്ച നമ്മൾ ഞാൻ ഇതിലത്തിന് നോക്ക്. ആ കൊരങ്ങന്മാരെ ഫ്രീ ആയിട്ട് കയറ്റും പറഞ്ഞു.
ഓ അതാ വരുന്നേ വണ്ടി കൊണ്ടുപോയി. നമുക്കൊരു വണ്ടി ഇതാണ് സുപ്ര. സുപ്ര രണ്ട് സൈഡിൽ ചിറകുണ്ട്. ബൈ ബൈ. നല്ലൊരു ഓഫ് റോഡ് റൈഡ് കിട്ടും. കമ്പ്യൂട്ടർ അറിയാം. ചെങ്ങങ്കാള സിംഗിൾ നമ്മൾ പോയപ്പോ ഒരു കുഴപ്പമില്ല. ഇതില് ആട് 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 പറഞ്ഞാട് ആടിനെതിരെ മോളിൽ കയറ്റിക്കണേ. ഈ പ്രളയം വരുമ്പോഴേ ഓ എന്ത് ഇങ്ങക്ക് എല്ലാം ഒപ്പം വാങ്ങുമ്പോഴേ അത് മീനിനെ ഇതൊന്ന് കൊണ്ടുപോകും. നിക്ക് കുട്ടി സൂം ചെയ്യൂ. ആ അവിടെ അതാ ഇവിടെ 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 ഒരു ചുമപ്പുണ്ട്. എന്ത് കായാണ് വിളിച്ചു കൊണ്ടുവന്നല്ലേ പറഞ്ഞാട്ട്. എന്നാലും എന്തേലും ഒരു പേരിട്. പേര് പറ. അയ്യോ പറങ്കിയങ്ങ പറങ്കി മാങ്കോ. അതെ പറങ്കി മാങ്ങ. അവിടെ മുണ്ടാക്കണം. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പ്രശ്നം നമ്മള് വെളുത്തിട്ടല്ലേ. ഇമോഷണൽ ഡാമേജ് വേറെന്നാ പറയല്ലോ. അസ്ലം സാറ് കുറവുണ്ടോ ഇതില്? പറങ്കി പറങ്കി പറങ്കികൾ പറങ്കികൾക്ക് എന്താ ടീച്ചർ മറ്റേ ബ്രിട്ടീഷ് മാങ്കോ. അതെ എന്നാ മറ്റേ മാമാങ്കത്തില് കേട്ടിട്ടില്ലേ? ആടാ സിനിമയിലൊക്കെ പറഞ്ഞു. അയ്യോ മരുഭൂമിയാണോ? ടീച്ചറിനെല്ലാം തെങ്ങതാക്കണേ. ടീച്ചറിന് മാറിക്കോ മാറിക്കോ. ജയർ മാടം എന്നാ മാറി ഇറങ്ങി ഇരിക്കട്ടെ. എടാ ഇതാ ഇതിനെന്താ പറയാ? ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നുമില്ല. നമ്മളില്ലാതെ മാത്രം ടീച്ചർ കൊണ്ടുള്ളൂ. ഉണ്ടായിട്ട് ഇപ്പൊ എന്താ പറിച്ച് തിന്നാൻ പറ്റൊന്നുമില്ല. ടീച്ചർ അതാക്കണ വൈകി വിചാരിച്ചു വരും. കാണാം എത്രത്തോളം ഉണ്ട് കയറ്റിറക്കട്ടെ. ഡ്രാഗൺ ഫ്രൂട്ട് കറ്റാർ വായ നല്ലത്. ഇതാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇത് ചോദിച്ചോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചോ. ഡ്രാഗൺ ഫ്രൂട്ട് ആണല്ലോ. അറിയാത്ത പൊട്ടന്മാരോട് പറഞ്ഞു കൊടുക്ക്. ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ചെയ്യാ. ഇവിടെ എന്തോ ഉണ്ട്. ഓ സാധിച്ചു സാധിച്ചു. പറയാൻ എന്താണ് സാധനം? എന്താ പറഞ്ഞാ സ്ഥലങ്ങളല്ല. ഇതെന്താ ഫിൽറ്ററാണ്. നേരെ വെള്ളം ഇതിക്ക് വരും. ഇവിടെ നേരെ ഫിൽറ്റർ ചെയ്ത് പറമ്പൊക്കെ അടിച്ചു വിടും. ചെടിയൊക്കെ നല്ല വെള്ളം കിട്ടും. പറമ്പ് പോണ വെള്ളം ഫിൽറ്റർ ചെയ്യും. ഇത് വെള്ളമല്ല, ഇത് വളമാണ്. വളം. അയ്യോ എന്താണേലും ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് എത്തണ്ടേ? പോരെ പോരെ. വെള്ള അത് രണ്ടും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. മാർക്കറ്റിന് ഔട്ടായിട്ടോ. വെള്ള വലിയ രസമൊന്നുമില്ല. കണ്ടിട്ടില്ലല്ലോ.
ഇതാക്കണേ. ഈ കയറ്റം കയറിയപ്പോ ലീഗില് പറഞ്ഞതേനി ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കണ്ട്. പക്ഷെ വന്ന വഴിക്കൂടെ തന്നെ ഇറങ്ങേണ്ടി വരും കരുതിയില്ല. പറിച്ചിട്ടോ കൊരങ്ങന്മാരൊന്നും വന്ന് തൊടൂലാന്ന് കേട്ടോ. പക്ഷെ തൊടുണ്ടല്ലോ. യൂട്യൂബിലേക്ക് പഠിച്ചാൽ എന്തൊക്കെയാ പറയാൻ നിൽക്കുന്നത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. അയ്യോ ഷോക്കടിക്കട്ടോ കൊരങ്ങന്മാർ. ഇന്നത്തെ ഗുളി കുടിച്ചിട്ടില്ല പറഞ്ഞോ. ഇനി പോയി ക്ലാസ് കേൾക്കാൻ നല്ലത് ഞാൻ പറയുമ്പോ. ഞാൻ വിടാൻ പറയും. ഒരു ക്ലാസ് ഫുഡ് ഇപ്പൊ തന്നെ തരൂല. ഫുഡ് ക്ലാസ് പിന്നെ 12 മണിക്ക് തന്നെ ഫുഡ് ബിരിയാണി. സുമതി ചേച്ചിന്റെ ബിരിയാണി 100 റുപ്യക്കാണല്ലോ കപ്പ. അതാടാ സുമതി ചേച്ചി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ക്യാമ്പില് ഫുഡ് വെച്ചാ. അതല്ല സാധനം ഫുള്ള് കിട്ടുമെന്ന് അന്റെ വള്ളറിയാല്ലേ തരും. അതാണ് കുടിച്ചത്. അയ്യോ സീമോനെ ജീവാമൃതം നമ്മളവിടെ നാടൻ പശുവിനെ കണ്ടില്ലേ? അതിന്റെ മൂത്രവും ചാണകവും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ജീവാമൃതം. അത് ചെടികൾക്കൊക്കെ വലിയ ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ്. ഈ ആരോഗ്യത്തോട് ഇങ്ങനെ നിൽക്കുന്നതേ പ്രധാനമായിട്ട് അത് തന്നെയാണ് അതിന്റെ കാര്യം. വെള്ളം മുകളിൽ ഫോഗറൊക്കെ ആയിട്ടേ ഇതിന്റെ ഉള്ളില് ഇത് കണ്ടില്ലേ പോളിയോസ് ആണ്. ഈ പോളിയോസിന്റെ ഉള്ളിൽ എപ്പോഴും 3-4 ഡിഗ്രി ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ഇതില് ടെമ്പറേച്ചർ കൂടുമ്പോ ചെടികൾക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വരും. നമ്മളിതിലൊരു പുക പോലെ ഒരു ഫോഗർ എന്നാ പറയാ. ഉച്ചക്കൊക്കെ ഏറ്റവും കൂടിയ സമയത്ത് നമ്മൾ ഈ ഫോഗർ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ഒന്ന് റെഗുലേറ്റ് ചെയ്യും. അതിന്റെ ഉള്ളിൽ എന്താ? അതില് നമ്മൾ ഈ ബഡ് ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യില്ലേ? ഇതിപ്പോ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഗ്രാഫ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതിന്റെ ഇത്ര ഭാഗം മുളച്ചതാണ്. മുളച്ചുണ്ടായ മാങ്ങണ്ടി മുളച്ചതാണ്. ഈ ഭാഗം നമ്മൾ പുതിയ വേറെ വേണ്ട ഒരു മാവുന്ന് നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ എന്താവുമെന്ന് ചോദിച്ചാൽ ഇതിന്റെ മുകളിലേക്ക് വരുന്ന ഈ ഭാഗത്തെ എപ്പോഴും ഒരു വലിയ ഒരു മെച്ചറായ ഒരു മാവിന്റെ സ്വഭാവമാണ് കാണിക്കുക. അപ്പൊ അവൻ പെട്ടെന്ന് കായ്ക്കാനും ഫ്ലവർ ചെയ്യാനോ കായ്ക്കാനോ ഒക്കെ ഉള്ള ഒരു സ്വഭാവം ഇതിന്റെ മുകളിലേക്ക് കാണിക്കും. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ചേമ്പറിൽ വെക്കും. 1 മാസം വെക്കും. അതിനകത്ത് ആവശ്യമായ നനയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അതിനെ കൊണ്ട് ലോക്ക് ചെയ്യും ചുറ്റുഭാഗം. അപ്പൊ അത് ഇതിന്റെ പോലെ തന്നെ ഒരു ചെറിയൊരു പോളിയോസ് ആയിട്ട് അതിൽ നിന്ന് വരുന്ന പേപ്പറൊക്കെ മുകളിൽ പോയി തങ്ങി നിന്ന് അതിലേക്ക് തന്നെ വീണ്ടും വീണ് അങ്ങനെ അത് അതില് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ കിട്ടും. അങ്ങനെ അത് 1 മാസം കഴിഞ്ഞ് പൊളിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 95 എബോ അതിന് റിസൾട്ട് കിട്ടും. നേരെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ മുകളിലെ ഭാഗത്തേക്കുള്ള അതിന്റെ സർക്യൂട്ടൊക്കെ ശരിയായിട്ടുണ്ടോ വന്നിട്ട് വേണ്ടേ മുകളിലേക്ക് സപ്ലൈ കൊടുക്കാൻ വരുന്നേ. അപ്പൊ പെട്ടെന്ന് അതിന്റെ നീര് വലിയാനൊക്കെ സാധ്യത ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ പിന്നെ നീര് വലിയില്ല. കണ്ടു ഇജ്ജത്തിന് തെറ്റിപ്പോണേ. എടാ അതാ നമ്മള് നേരത്തെ കണ്ട പശുവിന്റെ ആണ്. അതിന്റെ സ്പെഷ്യൽ വളാണ്. ഈ അല്ലേ അങ്ങോട്ട് വലിച്ചുണ്ടായത്. അപ്പൊ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞാണ്ട് ഏത് ഭഞ്ഞു പോയി ആടിനെ കാണണം. എടാ അതൊക്കെ നാച്ചുറൽ സ്മെല്ലാണ്.
തമിഴ്നാടപ്പൊ നാച്ചുറലാന്നിട്ട് പറയുന്നല്ലേ തമിഴ്നാട് പോയാലും ഇതേലും പ്രത്യേകിച്ച് കോയമ്പത്തൂര് ഒരു കുപ്പി മൊത്തം പോകടിച്ചിട്ടാണ് വന്നേ ഒട്ടകല്ലേ ഒട്ടകം ഒട്ടകത്തിന്റെ ഇറച്ചി ഒട്ടകത്തിന്റെ ഇറച്ചി നിങ്ങക്ക് മിസ്സായി. എന്താണ് എല്ലാം കാണണ്ടേ? വെള്ളം അവിടെ നല്ല ഗോമൂത്രം ഉണ്ട്. നല്ല മഞ്ഞ കളർ ഗോമൂത്രം കണ്ടോ? നല്ല മണത്തോ? നല്ലതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഫോട്ടോ നമുക്ക് എടുക്കാം കേട്ടോ. പറിച്ചോ? ശരി ശരി വാ. കുറച്ച് വിട്ടുന്നോ? റജിയെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു തൂങ്ങിക്കോ, തലയിൽ കൂടെ പൊട്ടിക്കോ ഇഞ്ഞാടും. വേണ്ട ചോറ്റ അരുത്.